എവരി വൺ. ഓക്കെ, ഞാനിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷനായിട്ടാണ്. കുറേ ദിവസമായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലും പിന്നെ പേഴ്സണലിയും ഒക്കെ വരുന്ന ചോദ്യമാണ് ഞാൻ എവിടെയാണെന്നുള്ളത്. കാരണം ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 days എന്തോ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നതല്ല. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംടൈംസ് നമ്മളൊക്കെ ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതെനിക്ക് മാത്രമാണോ നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഇടയ്ക്കിരിക്കുമ്പോൾ ഉണ്ട് ഒരു എന്താ പറയുക, എന്തെന്നില്ലാതെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് റീസൺ ഉണ്ടാവില്ല. എക്സാക്റ്റ് ഒരു റീസൺ നമുക്ക് ഉണ്ടാവില്ല. ഒരു റീസൺ ഉണ്ടാവാതെ നമ്മൾ തന്നെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻ. സംടൈംസ് ഞാനും അങ്ങനെയാണ്. മനുഷ്യനല്ലേ, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഈ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് റീസൺ പോലും അറിയാതെ ഞാൻ ഓക്കെ അല്ലാത്ത ദിവസങ്ങളായിരുന്നു. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കണമായിരുന്നു. സപ്പോസ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഓക്കെ ആയിരുന്നേനെ. ആളും അടുത്തില്ലല്ലോ, അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഡൗൺ ആവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, ഓക്കെ നിനക്കങ്ങനെ ടൈം വേണം, നീ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നീ ഓക്കെ ആവുക പറഞ്ഞു. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ നല്ല വണ്ണമൊക്കെ വെച്ചു. വെറുതെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങാം. അങ്ങനെ കുറച്ച് ദിവസം എടുത്ത് ഞാൻ റീസൺ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് വിട്ടു. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, 100% ഓക്കെയാണ്. ഇത്രയും ദിവസം എന്നെ സഹിച്ച എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ആദ്യം നന്ദി പറയുന്നു. കാരണം ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ദിവസങ്ങളായിരുന്നു. എനിക്ക് റീസൺ എക്സാക്റ്റ് എനിക്കിപ്പോഴും എനിക്കറിയില്ല. പേഴ്സണലി അല്ലാതെ ഒക്കെ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, എനിക്കിവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ കണ്ണാകുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾ. ഞാൻ ഇന്നലെ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. എഡിറ്റിങ്, പിന്നെ ഞാൻ ഇന്ന് നാട്ടിൽ പോവുകയാണ്. ഇതിൻ്റെ പാക്കിങ്, പിന്നെ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാമ്പർ വർക്ക് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇതൊക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു, വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ രാത്രി വന്നൊരു ഹാമ്പർ വർക്കാണ്. ഞാൻ അല്ലാതെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഹാമ്പർ വർക്കാണ്. അപ്പോൾ ഒരു ബൊക്കയും ഒരു ചെറിയൊരു ചോക്ലേറ്റ് ബോക്സുമാണ്. അപ്പോൾ അതിൻ്റെ പറയാനായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുടെ പറയാനായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഈ ഒരു ഇപ്പം ഓൾമോസ്റ്റ് 6:20 ആയിക്കണം. ഈ 6:20 വരെ ഞാൻ തുള്ളി ഉറങ്ങിയില്ല. എന്ന സൗണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ, ഫേസ് ഇങ്ങനെ, അതുകൊണ്ടാണ്. എനിക്ക് ഇനി ബസ് കയറിയിട്ട് വേണം ഉറങ്ങാൻ. 7:10 ബസ്സിലാണ് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്നത്. ഇനി ബസ് കയറി കഴിഞ്ഞാൽ എന്നെ നോക്കണ്ട, സത്ത് ഞാൻ കിടന്നൊരു ഉറങ്ങിയാൽ പിന്നെ ഓൾമോസ്റ്റ് കൊച്ചി കഴിയുമ്പോൾ എണ്ണീക്കും. അത് ഓട്ടോമാറ്റിക്കലി ഞാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. എറണാകുളം എത്താറാകുമ്പോൾ എണ്ണീക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ തന്നെ മാറിപ്പോയി. അപ്പോൾ ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ എൻ്റെ പീക്ക് ടൈമിലാണ് ഈ മാറി നിന്നിരിക്കുന്നത്. എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. എന്നെ എല്ലാവരും വഴക്ക് പറയുന്നതും എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് വഴക്ക് പറയുന്നതെന്നും എനിക്കറിയാം. എനിക്ക് പേഴ്സണലി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നതും ഒക്കെ ഇത് തന്നെയാണ്. എവിടാണ് ഈ 10K അടിച്ച് പുറകെ നീ മുങ്ങിയ എന്താണ് ഇതൊക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സത്യമായിട്ട് ഞാൻ മനഃപൂർവ്വമല്ല, എനിക്ക് തന്നെ റീസൺ അറിയാൻ മേല. അപ്പോൾ എൻ്റെ ഇൻലോസ് ആണെങ്കിലും എൻ്റെ ഉമ്മ ആണെങ്കിലും നല്ലപോലെ ഞങ്ങൾ സംസാരിക്കണ പോലെയാണ്. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല. ഞാൻ ഈ അടുത്തൊന്നും ഞാൻ ഇങ്ങനെ ആയിട്ടില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ഓക്കെ ആയിട്ടിരിക്കുന്നതിൻ്റെ എക്സാക്ട് റീസൺ എൻ്റെ ഹസ്ബൻഡാണ്. ആൾ തന്ന സപ്പോർട്ട് എന്താ റീസൺ എന്നറിയാതെ ഞാൻ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാ എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. സംടൈംസ് നമ്മളങ്ങനെ ഓക്കെ അല്ലാതാവുന്നതും നല്ലതാണ്. എനിക്ക് എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാതെ ഞാൻ അലഞ്ഞു കിടക്കുമായിരുന്നു. എന്താണ് പ്രശ്നം? അപ്പം ഞാൻ പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് വിട്ട്. പലരും എന്നോട് വന്നിട്ട് ചോദിച്ചു എന്തോ ഒരു പ്രശ്നം തന്നെ അലട്ടുന്നുണ്ട്. ഡയറക്റ്റ് ചോദിച്ചവരുണ്ട്. ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ഇത് സംസാരിച്ചവരുണ്ട്. എൻ്റെ ഇൻലോസിനോട് ചോദിച്ചവരുണ്ട്, എൻ്റെ ഉമ്മാനോട് ചോദിച്ചവരുണ്ട്, എൻ്റെ പാവം കെട്ടിയവരോട് ചോദിച്ചവരുണ്ട്. അങ്ങനെ പലരും, എൻ്റെ കസിൻസ്, അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വർഷങ്ങളായിട്ട് മെസ്സേജ് അയക്കാത്ത പലരും മെസ്സേജ് അയച്ചവരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അപ്പോൾ മനസ്സിലായൊരു സാധനം എന്ന് പറഞ്ഞാൽ
എൻ്റെ വീഡിയോസ് നിങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഓക്കെ, എന്നെ കാണാതായപ്പോൾ 10 ദിവസം കാണാതായപ്പോൾ നിങ്ങളൊക്കെ തിരക്കിയപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞു പോയ വീഡിയോസിൽ മീൻസ് ഞാൻ അന്നിട്ട വീഡിയോസിൽ 10 ദിവസം മുന്നേ ഇട്ട വീഡിയോസിൽ വന്നിട്ട് വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ, എവിടാണെന്നുള്ള ചോദ്യം ഞാൻ കാണുന്നുണ്ട്. എന്തോ എനിക്കിപ്പോൾ ഞാൻ 100% ഓക്കെയാണ്. എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പം എൻ്റെ ഫേസും കാര്യങ്ങളും ഇങ്ങനെ ഇരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇച്ചിരി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ എൻ്റെ കണ്ണ് കാണുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്നെൻ്റെ ഉച്ചയ്ക്ക് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഉള്ള വ്ളോഗ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഉറങ്ങും. അത് കഴിഞ്ഞ് എണീറ്റിരുമ്പോൾ നിങ്ങൾ എൻ്റെ കണ്ണ് ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. അതിന് തെറ്റിദ്ധരിക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇന്ന് തൊട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങും. ഓക്കെ.